മൗര്യ സാമ്രാജ്യത്തിന് ശേഷം വിശാലമായ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും യൂറോപ്പും മധ്യേഷ്യയും അറേബ്യൻ നാടുകളും അതോടൊപ്പം തന്നെ ചൈനയുമടക്കം ലോകം ഭരിച്ച ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ചക്രവർത്തി ജന്മം കൊള്ളുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരാണ് വിക്രമാദിത്യൻ. ഇന്ന് പലപ്പോഴും കഥകളിൽ മാത്രം കാണുന്ന ഒരു മിത്തായിട്ട് മാത്രം പലരും വിശ്വസിക്കുന്ന വിക്രമാദിത്യൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ ഇന്ത്യൻ ചക്രവർത്തിയായിരുന്നു. അങ്ങ് തുർക്കിയില് ഇസ്താംബുൾ ലൈബ്രറിയില് വളരെ സവിശേഷമായ ഒരു ഗ്രന്ഥമുണ്ട്. സായർ ഉൽ ഒക്കുൽ എന്നാണ് അതിന്റെ പേര്. ഒരു പുരാതന അറബിക് കവിതാ സമാഹാരമാണ്. ആ ഗ്രന്ഥത്തിൽ മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് കൃത്യമായ പരാമർശമുണ്ട്. ഇസ്ലാം ജന്മം കൊള്ളുന്നതിന് മുമ്പ് അറേബ്യയിൽ വിക്രമാദിത്യൻ എന്ന ഒരു വലിയ ഭരണാധികാരി ബഹുമാനിക്കപ്പെട്ടിരുന്നു എന്ന് ഇതിൽ പരാമർശമുണ്ട്. അക്കാലത്ത് അദ്ദേഹം അറേബ്യയിലെ മക്കയിലെ കാബയിൽ ഒരു സ്വർണ്ണ പാത്രം സമ്മാനമായി നൽകിയതും അവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിതന്മാരെ അയച്ചതും ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഇത് വിക്രമാദിത്യൻ എന്ന ഭരണാധികാരിയുടെ ലോക ഭരണത്തിന്റെ വലിയൊരു തെളിവാണ്. ഇസ്ലാം മതം ഇന്നീ കാണുന്ന രൂപത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ മക്കയും അറേബ്യൻ നാടുകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കബ എന്ന് പറയുന്ന പുരാതനമായ ഒരു ആരാധനാ കേന്ദ്രവും ഉണ്ടായിരുന്നു. ആ ആരാധനാ കേന്ദ്രത്തിലേക്കാണ് വിക്രമാദിത്യൻ സ്വർണ്ണ പാത്രം സമ്മാനമായി നൽകിയെന്ന് സായർ ഉൽ ഒക്കുൽ എന്ന് പറയുന്ന പുരാതന അറബിക് കവിതാ സമാഹാരത്തിൽ പറയുന്നത്. അത് തുർക്കിയിലെ ഇസ്താംബുളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് വിക്രമാദിത്യൻ ജന്മം കൊണ്ടത്? ഏത് കാലത്താണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്? എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഭരണാധികാരികളെ കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ അറിയാൻ കഴിയാത്തത്? ശരിക്കും വിക്രമാദിത്യന്റെ ജന്മം എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം സംഭവിച്ചു എന്നാണ് ഒരു ഏകദേശ കണക്ക്. മൗര്യന്മാർക്ക് മുമ്പും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് മഹത്തായ രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ ജന്മം കൊണ്ടിരിക്കാം. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല. മൗര്യ സാമ്രാജ്യമാണ് നമുക്കറിയാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിശാലമായ ഒരു ലോക ഭരണം നടത്തിയ സാമ്രാജ്യം ഇന്ത്യയിൽ നിന്നുണ്ടായി എന്ന് പറയാവുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനും അതിനുശേഷം അശോകന്റെയും കാലഘട്ടത്തിലായിരുന്നു മൗര്യ സാമ്രാജ്യം അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നത്. BC 322 കാലഘട്ടമാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. BC 268 അശോക ചക്രവർത്തിയുടെ കാലഘട്ടം. അശോക ചക്രവർത്തിയാണ് മൗര്യ സാമ്രാജ്യത്തെ ലോകശക്തിയും സൂപ്പർ പവറുമാക്കി മാറ്റുകയും ലോകം ഭരിക്കുന്ന ചക്രവർത്തിയായിട്ട് മാറുകയും ചെയ്തത്. BC 57 വിക്രമാദിത്യൻ എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അശോക ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പതിയെ മൗര്യ സാമ്രാജ്യം ദുർബലമാകാൻ തുടങ്ങി. കാരണം അത് വലിയൊരു സാമ്രാജ്യമായിരുന്നു. അത് ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. BC 185 അവസാനത്തെ മൗര്യ രാജാവായിട്ടുള്ള ബൃഹദ്രഥനെ പുഷ്യമിത്ര ശൃംഗൻ വധിച്ചതോടെ മൗര്യ ഭരണം ഏറെക്കുറെ അവസാനിച്ചു. പിന്നീട് പല പ്രദേശങ്ങളും ശകന്മാരുടെ നിയന്ത്രണത്തിലായി. ശകന്മാരാരാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ശകന്മാരുടെ നിയന്ത്രണത്തിലൊക്കെ ആയി കുറെ പ്രദേശങ്ങൾ. ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഏകദേശം 130 വർഷങ്ങൾക്ക് ശേഷമാണ് വിക്രമാദിത്യൻ ഉജ്ജയിനിയിൽ അധികാരം പിടിച്ചെടുക്കുന്നത്. ഉജ്ജയിനിയിൽ അധികാരം പിടിച്ചെടുത്ത വിക്രമാദിത്യൻ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടും നേതൃപാടവം കൊണ്ടും അതിവേഗത്തിലാണ് തന്റെ സാമ്രാജ്യത്തെ വിപുലീകരിക്കാൻ തുടങ്ങുന്നത്. മൗര്യന്മാർക്ക് ശേഷം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ കൈയടക്കിയത് ശകന്മാരാണ്. ഈ ശകന്മാരെന്ന് പറയുന്നത് റഷ്യയിൽ ഉണ്ടായിരുന്ന, പിൽക്കാലത്ത് മധ്യേഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന സിദിയന്മാരാണ്. ഈ സിദിയന്മാര് പലയിടങ്ങളിലും ഭരണം നടത്തിയിരുന്നു. ഈ സിദിയന്മാരുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത് വിക്രമാദിത്യനാണ്. പല ചെറിയ ചെറിയ രാജ്യങ്ങളും ഭരിച്ചിരുന്ന സിദിയന്മാരെ പരാജയപ്പെടുത്തി വിക്രമാദിത്യൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിപുലീകരിക്കുന്നു. ഈ വിജയത്തിന്റെ സ്മരണയ്ക്കായിട്ട് BC 57 അദ്ദേഹം വിക്രമ സംവത്സരം ആരംഭിക്കുകയാണ്. ഈ വിക്രമ സംവത്സരം ഈ വിക്രമാദിത്യൻ ഒരു മിത്തല്ല എന്നും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്നതിനുമുള്ള ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ്. ഈ BC 57 ആ വർഷത്തിൽ ആരംഭിച്ച വിക്രമ സംവത്സരം പിൽക്കാലത്ത് ഇന്ത്യയിലെ രാജാക്കന്മാർ പിന്തുടർന്നിരുന്ന ഒരു കലണ്ടറാണ്. വിക്രമ സംവത്സരം എന്ന് പറയുന്നത് ഒരു ലൂണി സോളാർ കലണ്ടറാണ്. ചന്ദ്രന്റെ ചലനത്തെയും സൂര്യന്റെ ചലനത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒന്ന്. ഇത് ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്.
365 ദിവസങ്ങൾ തന്നെയാണ് ഈ കലണ്ടറിലും ഉണ്ടായിരുന്നത്. ഇത് ഒരുപാട് കാലം ഇന്ത്യയിലെ നേപ്പാളിലെയുമൊക്കെ രാജാക്കന്മാർ പിന്തുടർന്നതാണ്. ഇന്നും ഇന്ത്യയിലും നേപ്പാളിലുമൊക്കെ പലയിടങ്ങളിലും ഈ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പൊ ഇല്ലാത്ത ഒരു രാജാവിന്റെ ഒരു പേരിൽ ഒരു കലണ്ടർ ഒരിക്കലും ഇത്ര കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒക്കെ അപ്പുറം വിദേശ ആക്രമണകാരികളായിട്ടുള്ള ശകന്മാരെ ഉജ്ജയിനിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെയും നേപ്പാളിലെയും ഔദ്യോഗിക കലണ്ടറുകളിൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്. ഇനി ജൈന ഗ്രന്ഥങ്ങളിലും ഈ വിക്രമാദിത്യനെ കുറിച്ച് ചില തെളിവുകളുണ്ട്. ഹിന്ദു പുരാണങ്ങളെക്കാൾ ചരിത്രപരമായ കൃത്യത പലപ്പോഴും ഈ ജൈന ഗ്രന്ഥങ്ങൾ പുലർത്താറുണ്ട്. BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജൈന സന്യാസിയായിട്ടുള്ള കാലകാചാര്യയുടെ ചരിത്രത്തില് വിക്രമാദിത്യനെ കുറിച്ച് പരാമർശമുണ്ട്. ശകന്മാരെ ഉജ്ജയിനിയിൽ നിന്ന് വിക്രമാദിത്യൻ എങ്ങനെ തുരത്തി എന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു മിത്തായിരുന്നു വിക്രമാദിത്യനെങ്കിൽ സമകാലികരായിട്ടുള്ള സന്യാസിമാരുടെ ചരിത്രത്തിൽ അദ്ദേഹം ഇടം പിടിക്കുമായിരുന്നില്ല. ഇനി വിക്രമാദിത്യന്റെ നാണയങ്ങളും വളരെ പ്രധാനമാണ്. വിവിധ ഖനനങ്ങളിൽ നിന്നും ശ്രീ വിക്രമ അല്ലെങ്കിൽ വിക്രമാദിത്യ എന്ന് രേഖപ്പെടുത്തിയ പുരാതന നാണയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ നാണയങ്ങൾ പലപ്പോഴും സൂര്യന്റെയോ അല്ലെങ്കിൽ യുദ്ധം ജയിച്ചതിന്റെയോ പ്രതീകങ്ങളായിട്ടാണ് കാണുന്നത്. BC 1-ാം നൂറ്റാണ്ടിലെ നാണയ ശേഖരങ്ങൾ വിക്രമാദിത്യൻ എന്ന ഭരണാധികാരിയുടെ സാമ്പത്തിക സ്വാധീനം തെളിയിക്കുന്നവയാണ്. വിക്രമാദിത്യന്റെ സദസ്സില് 9 പണ്ഡിതന്മാർ അഥവാ നവരത്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് വെറും സങ്കല്പമല്ല. അതിൽ ഒരു നവരത്നമാണ് കാളിദാസൻ. ലോക പ്രശസ്തനായ കവി കാളിദാസൻ വിക്രമാദിത്യന്റെ സദസ്സിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കാളിദാസന്റെ കൃതികളിലെ രാജാവിനോടുള്ള ആദരവ് വിക്രമാദിത്യൻ ഒരു ചരിത്ര പുരുഷനാണ് എന്ന് സൂചിപ്പിക്കുന്നു. കാളിദാസന്റേത് എന്ന് കരുതപ്പെടുന്ന ഒരു കൃതിയുണ്ട്. അതാണ് ജ്യോതിർവിധാഭരണം എന്ന് പറയുന്നത്. ആ കൃതിയിൽ വിക്രമാദിത്യന്റെ സാമ്രാജ്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും അദ്ദേഹം തോൽപ്പിച്ച വിദേശ രാജാക്കന്മാരെ കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വിക്രമാദിത്യന്റെ സൈനിക ശക്തിയെക്കുറിച്ച് കാളിദാസൻ പറയുന്നത് 18 കോടി പടയാളികൾ ഉണ്ടായിരുന്നുവെന്നാണ്. ഇത് ഒരു പക്ഷേ അതിശയോക്തിയാകാം. ഇനി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. അത്രയും വലിയൊരു പോപ്പുലേഷൻ അക്കാലത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന 2000 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇനി അതിശയോക്തി ആണെങ്കിൽ പോലും അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സൈന്യം വിക്രമാദിത്യന്റേതായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ 10,000 കപ്പലുകളാണ് വിക്രമാദിത്യന്റെ നാവികസേനയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കാളിദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10,000 കപ്പലുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ വിക്രമാദിത്യന്റെ നാവികസേന കടൽ കടന്നുള്ള രാജ്യങ്ങളെയും സ്വാധീനിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണത്. വിക്രമാദിത്യനെ ശകാരി എന്നാണ് കാളിദാസൻ ചിലയിടങ്ങളിൽ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ശകന്മാരുടെ ശത്രു. ഇത് മാത്രമല്ല, വിക്രമാദിത്യൻ കീഴടക്കിയ വിദേശ ശക്തികളെ കുറിച്ച് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിലൊന്ന് ശകന്മാർ അഥവാ സിഥിയന്മാർ. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യ ആക്രമിച്ച ശകന്മാരെ പൂർണ്ണമായിട്ട് അദ്ദേഹം പരാജയപ്പെടുത്തുകയും മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. 2 യവനന്മാരെന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഗ്രീക്ക് സ്വാധീനത്തെ ഇല്ലാതാക്കിയത് വിക്രമാദിത്യനാണെന്ന് ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വിക്രമാദിത്യന് കപ്പം നൽകിയിരുന്നുവെന്ന് അഥവാ നികുതിക്ക് തുല്യമായിട്ടുള്ള ഒരു നിശ്ചിത തുക നൽകിയിരുന്നുവെന്ന് ചില വിഖ്യാതാക്കൾ ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കി വാദിക്കുന്നുണ്ട്. ഇത് റോമൻ ബന്ധത്തിന്റെ കൂടി സൂചനയാണ്. ജ്യോതിർവിധാഭരണം അനുസരിച്ച് വിക്രമാദിത്യന്റെ സാമ്രാജ്യം കേവലം ഇന്ത്യയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. ബംഗാൾ മുതൽ അറേബ്യൻ ഉപദ്വീപ് വരെയുള്ള ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ അധികാരം വ്യാപിച്ചിരുന്നു. തെക്ക് മുതൽ വടക്ക് വരെ, ലങ്ക മുതൽ ഹിമാലയത്തിന്റെ അപ്പുറം വരെ അദ്ദേഹത്തിന്റെ ധർമ്മം അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് നമ്മുടെ അശോക ചക്രവർത്തിയുടെ മാതൃകയിൽ ധർമ്മത്തിലൂന്നിയുള്ള ഒരു അധികാരം നിലനിർത്തുന്ന ചക്രവർത്തിയായിരുന്നു വിക്രമാദിത്യൻ എന്ന് നമുക്ക് കരുതാൻ കഴിയും. ഈ കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള പുരാണ കഥകളും ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോഴും ഈ ധർമ്മത്തിന്റെ പ്രാധാന്യം കാണാൻ കഴിയും. അപ്പൊ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇന്ത്യക്കും ഇന്ത്യൻ ചരിത്രത്തിനുമുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വിക്രമാദിത്യന്റെ സദസ്സിലെ 9 പണ്ഡിതന്മാരെ കുറിച്ചും അതായത് നവരത്നങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് തന്നെ കാളിദാസന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിക്രമാദിത്യൻ ഒരു മിത്തല്ല എന്നും ജീവിച്ചിരുന്നു എന്നതിന്റെയും തെളിവാണ്. ഇതിനു പുറമെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സായർ ഉൽ അക്കൂൽ എന്ന് പറയുന്ന അറബിക് കവിതാ സമാഹാരം. ഇന്ന് അതെല്ലാം ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല.
പക്ഷെ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ വിക്രമാദിത്യൻ ഒരു വലിയ ഭരണാധികാരിയായിട്ട് ബഹുമാനിക്കപ്പെട്ടിരുന്നു. ചരിത്രകാരന്മാർ പലപ്പോഴും വിക്രമാദിത്യനെ വെറുമൊരു കെട്ടുകഥയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇല്ലാത്ത കുറെ നിറം പിടിപ്പിച്ച കഥകൾ അവരുണ്ടാക്കാറുണ്ട്. പക്ഷെ കാളിദാസന്റെ കവിതകളിലും വരികളിലും കാണുന്നതും അറബിക് കവിതകൾ പറയുന്നതും മറ്റൊരു സത്യമാണ്. ഉജ്ജയിനിയിലിരുന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും തന്റെ സ്വാധീനം എത്തിച്ച ഒരു യഥാർത്ഥ ചക്രവർത്തി തന്നെ ആയിരുന്നു വിക്രമാദിത്യൻ എന്നാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ അറിവും ഉൾപ്പെടുന്ന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഏതാണ്ട് 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നശിപ്പിക്കപ്പെട്ടതുകൊണ്ടും പലതരത്തിലുള്ള അധിനിവേശങ്ങളിൽ ഇല്ലാതായി പോയതുകൊണ്ടും നമുക്കിതിനെ സ്ഥിരീകരിക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. പക്ഷെ വിക്രമാദിത്യൻ ഒരു കെട്ടുകഥയല്ല എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. അക്കാലത്തെ ചരിത്രം മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, നമുക്ക് അതൊരു കെട്ടുകഥയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, വിക്രമാദിത്യൻ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം രൂപം കൊള്ളുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ശേഷം സമാനമായ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു മഹാചക്രവർത്തി, ലോകം നിയന്ത്രിച്ച ഒരു മഹാചക്രവർത്തി ഉണ്ടായിട്ടുമില്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ രാജാവിന്റെ പേരിലുള്ള ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ വിക്രമാദിത്യന് ശേഷം വന്ന ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഗുപ്ത സാമ്രാജ്യത്തെ കാണുന്നത്. ഈ ഗുപ്ത സാമ്രാജ്യം AD 320 മുതൽ ഏതാണ്ട് 550 വരെ നീണ്ടുനിന്ന ഒരു സാമ്രാജ്യമാണ്. ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു രണ്ടാം ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ഈ രണ്ടാം ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യനെ പോലെ തന്നെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ ശകന്മാരെ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ സിഥിയന്മാരെ പരാജയപ്പെടുത്തിയ ഒരു രാജാവാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു പേരങ്ങ് സ്വീകരിച്ചു, വിക്രമാദിത്യ എന്ന പേര്. അപ്പോൾ ഈ വിക്രമാദിത്യ എന്ന് പറയുന്നത് രണ്ടാം ചന്ദ്രഗുപ്തനാണ് എന്ന് പറഞ്ഞ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അത് ശരിക്കും നമ്മൾ ചരിത്രപരമായി പരിശോധിച്ചാൽ ശരിയല്ല. ശരിക്കും വിക്രമാദിത്യന് ഉണ്ടായിരുന്ന ഒരു പ്രതാപം തൻ്റെ സാമ്രാജ്യത്തിന് വേണം എന്ന് ഈ ചന്ദ്രഗുപ്തൻ ആഗ്രഹിച്ചുവെങ്കിലും ആ ലെവലിലോട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ യുഗം എന്ന നിലയിലാണ് ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഒരേ രാജാവിന്റെ പേര് തന്നെ പല രാജാക്കന്മാരും പിൽക്കാലത്ത് സ്വീകരിച്ചത് കാരണം ഇതാണോ അതാണോ എന്ന കൺഫ്യൂഷൻ എപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഇവിടെ നമുക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. BC 57 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിക്രമാദിത്യൻ ലോകം ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അത്തരത്തിലൊരു രാജാവ് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചോളന്മാരുടെ കാലത്തൊക്കെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇന്ത്യക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഇന്ത്യൻ രാജാക്കന്മാർക്ക് സ്വാധീനം ചോളന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യവും അല്ലെങ്കിൽ അശോകനും ഈ വിക്രമാദിത്യനുമൊക്കെ ഭരിച്ച അത്രയേറെ പ്രദേശം, അത്രയും ലോകത്തെ അത്രയേറെ ഏരിയ കവർ ചെയ്തുകൊണ്ട് അധികാരം നിലനിർത്താൻ പിന്നീടുള്ള ഇന്ത്യൻ രാജാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോഴേക്കും ലോകം ഒരുപാട് മാറി. അറേബ്യൻ നാടുകളിൽ നിന്ന് പുതിയ പുതിയ ഭരണാധികാരികൾ നബിക്ക് ശേഷം രൂപം കൊള്ളുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് രൂപം കൊള്ളുന്നു. യൂറോപ്പിന്റെ ഒരു ഉയർച്ചയ്ക്ക്, വലിയൊരു ഉയർച്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ ഇന്ത്യയുടെ ഒരു കൾച്ചർ ഗുപ്ത കാലഘട്ടത്തിന് ശേഷം പിന്നീട് ചിലയിടങ്ങളിൽ മാത്രമായിട്ട് അതിൻ്റെ വളർച്ച ഒതുങ്ങുകയും പലയിടങ്ങളിലും അത് ചെറുതായി ആ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ട് താഴേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടോടുകൂടി ചോള സാമ്രാജ്യവും ഏറെക്കുറെ അപ്രസക്തമായി. പിന്നെയും കുറെ കാലമൊക്കെ കർണാടകയിലും അതുപോലെ ഇന്ത്യയുടെ സെൻട്രൽ പാർട്സിലും അതുപോലെ പല സാമ്രാജ്യങ്ങളും രൂപം കൊണ്ടു. കുറെ കാലം കഴിഞ്ഞ് അതും അസ്തമിച്ചു. അവസാനം നമുക്ക് പറയാവുന്ന പോലെ ഇപ്പോൾ ശിവജിയുടെ ഒരു മറാഠ എംപയർ ഒക്കെയാണ് പിന്നെയും കുറെ കാലം ഫൈറ്റ് ചെയ്തൊക്കെ നിന്നു എന്ന് പറയാവുന്നത്. അപ്പൊ ഇന്ത്യ ഒരു കാലത്ത് വളരെ ഉയർന്ന ലെവലിലേക്ക് എത്തിയ ഒരു വലിയ സാമ്രാജ്യം തന്നെയായിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പിന്നീട് അത് ഡിക്ലൈൻ ആവുന്നു. ഇന്ന് വീണ്ടും അതിൻ്റെ ഒരു ഉയർച്ചയിലേക്ക് വീണ്ടും അത് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ കുതിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.